രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് വരിഞ്ഞുമുറുകുന്ന ധനപ്രതിസന്ധിക്കിടയിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഉൾക്കൊള്ളുന്നതാകുമോ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗമെന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. യൂസർ ഫീ ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനാണ് സാധ്യത. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായെന്നും കണ്ടറിയണം. രാവിലെ 9 മണിക്കാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. വിവരങ്ങളുമായി നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് വിനീഷും ടിൻഡുദാസും ചേരുന്നുണ്ട്. വിനീഷ്, ഏവരും ഉറ്റുനോക്കുന്ന ചില പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ ഒരു വയനാട് പുനരധിവാസം, അതിന് പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് പ്രഖ്യാപനങ്ങൾ, കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇനി വരാനിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ബജറ്റ് ആയിരിക്കില്ലേ ഇന്ന് ബാലഗോപാൽ അവതരിപ്പിക്കാൻ സാധ്യത? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റാണ് അല്പസമയത്തിനകം കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് കേരളം വച്ചു പുലർത്തുന്നത്. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി സാധാരണക്കാരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷനാണ്. ഒപ്പം തന്നെ വയനാടിൻ്റെ പുനരുദ്ധാരണം ഏറ്റവും അടുത്ത് രാഷ്ട്രീയമായി ഈ ഒരു ബഡ്ജറ്റിനെ നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറെ പ്രാധാന്യവും എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മോടൊപ്പം ടിൻഡു കൂടി ചേരുകയാണ്. ടിൻഡു, നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കെ.എൻ. ബാലഗോപാൽ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ പ്രതീക്ഷയോട് കേരളം കാത്തിരിക്കുന്നത് വയനാടിന്റെ പുനരുദ്ധാരണം, ഒപ്പം തന്നെ വിഴിഞ്ഞത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അങ്ങനെയുള്ള ഏറെ വലിയ പ്രതീക്ഷകളാണ് കേരളത്തിന് കാത്തിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ, ഇപ്പോഴുള്ള ക്ഷേമ പെൻഷനിൽ നിന്ന് ഏകദേശം 200 രൂപ വരെ കൂട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും കൂടുതൽ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഈ നികുതി ക്ഷേമ പെൻഷൻ കൂട്ടുന്ന സാഹചര്യത്തിൽ നികുതി കണ്ടെത്തേണ്ടതുണ്ട്. അധികമായ ഒരു നികുതിയിലേക്ക് കേരളം കടക്കുമോ എന്നൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു ബഡ്ജറ്റിനെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നേ ആണെങ്കിലും സർക്കാർ എടുത്തു കാണിക്കുന്ന വയനാട് ദുരന്തത്തിനെയാണ്. വയനാട് എങ്ങനെ പുനരധിവസിപ്പിക്കാൻ, അതിന് വേണ്ടിയിട്ട് വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ദുരന്തം ഒരു L3 കാറ്റഗറി ആയിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ L3 കാറ്റഗറിയിൽ വരുന്ന ഒരു ദുരന്തത്തെ എന്തായാലും കേന്ദ്രം സഹായിക്കും. കേന്ദ്രം ദുരന്ത നിവാരണത്തിനായിട്ടൊരു വലിയ തുക പ്രഖ്യാപിച്ചു. കേരളത്തിന് മാത്രമായിട്ട് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബീഹാർ, കേരളം അതുപോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് ഒരു തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് എന്തായാലും കേരളത്തിനുള്ളത് കിട്ടും. അതിലുപരിയാണ് സംസ്ഥാന സർക്കാർ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പാക്കേജ്, അവർക്ക് ടൗൺഷിപ്പ് നിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൗൺഷിപ്പ് നിർമ്മാണം എന്ന് പറയുമ്പോൾ വിനീഷ് അറിയാം, നമ്മുടെ ഈ കിഫ്ബി പോലുള്ള സംവിധാനങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ നിന്നും വരുമാനം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് നിർമ്മാണം, അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം അറിയാം. നമുക്ക് ഈ കേട്ടോളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് അത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുമായിരിക്കും. പിന്നീടുള്ളത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് പറയുകയാണെങ്കിൽ ഈ തുറമുഖ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തുക വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായ സംരംഭങ്ങൾക്കും കേന്ദ്ര സർക്കാർ തുക വകയിരുത്തിയിട്ടുണ്ട്. ആ തുക എന്തായാലും കേരളത്തിന് ലഭിക്കും. കാരണം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേന്ദ്രം ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൽ കുറച്ചുകൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വികസന പ്രവർത്തനം. പിന്നെയുള്ളത് ഈ ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ സർക്കാരിന് വർദ്ധിപ്പിച്ചേ മതിയാവും. കാരണം ഇനി 10 മാസമേ ഉള്ളൂ സർക്കാരിന്റെ മുന്നിൽ. ഒരു രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഒരു 10 മാസം മാത്രമേ. ഈ 10 മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാരിന് അധികമായിട്ടുള്ള വരുമാനം കണ്ടെത്തണം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അടിസ്ഥാന നികുതിയിൽ മാറ്റം വരുത്തിയേ മതിയാവുള്ളൂ. ഈ അടിസ്ഥാന നികുതി പ്രതിവർഷം ഇങ്ങനെ കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനം ഒരു ആരോപണം കേന്ദ്രത്തിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും ഈ കടമെടുപ്പ് പരിധിക്ക് കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായ മാനദണ്ഡം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാനത്തിനെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ അത്തരമൊരു അവസരം ഒരുക്കുന്നില്ല.
പക്ഷേ ഈ കടമെടുത്ത് പരിധി ഉയർത്തിയാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് കെ എൻ ബാലഗോപാൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു സജഷൻ ഇത്തവണയും ഈ ഒരു പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ഇന്നത്തെ ബഡ്ജറ്റിൽ ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ രൂക്ഷമായിട്ട് വിമർശിച്ചുകൂടാതെ എല്ലാ കാലവും അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരു പ്രഖ്യാപനമായിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്കൊരു 14,900 കോടിയായിരുന്നു ഏതാണ്ട് കടമെടുക്കാൻ പറ്റിയത്. അന്ന് ഏതാണ്ട് 24,000 കോടികൾ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3,900 കോടി കടമെടുത്തിട്ടും സംസ്ഥാന സർക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തുനിന്നും കടമെടുത്തിട്ട് അതിനൊക്കെ കേന്ദ്ര സർക്കാർ അനുമതി നോക്കി റിസർവ് ബാങ്കിന്റെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക കഴിഞ്ഞ വർഷവും കടമെടുത്തിരുന്നു. അതിന് പുറമെയായിട്ട് പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കടമെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പലതവണ വാർത്ത കൊടുത്തിട്ടുള്ള വിഷയമാണ് ബ്രാൻഡിങ്. കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിങ് നൽകണം. അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ബ്രാൻഡിങ് നടത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള സർക്കാർ പല ഘട്ടങ്ങളിലും മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ സൗജന്യ പദ്ധതികൾ നടപ്പിലാക്കരുത്. സൗജന്യ പദ്ധതികൾ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പദ്ധതികളായി മാറും. സൗജന്യ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ആ പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പദ്ധതികളായി മാറും. സൗജന്യ പദ്ധതികൾ കൊടുക്കുന്ന സമയത്ത് സർക്കാരിൻ്റെതായ നഷ്ടങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള സൗജന്യ പദ്ധതികൾ നടപ്പിലാക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന്റെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് സൗജന്യ പദ്ധതികളും ബ്രാൻഡിങ് നടപ്പിലാക്കുന്നു. പിന്നീട് അവിടെ നിന്നുകൊണ്ട് കടമെടുക്കുന്നു. അപ്പോൾ ഈ കടമെടുപ്പ് പരിധി ഒരു പ്രശ്നമാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം ഇതുവരെ കടമെടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ തവണ വിനീഷ് ശ്രദ്ധിച്ചിട്ട് നമുക്കറിയാം ലോകബാങ്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തത്. ഇത്തവണ ലോകബാങ്ക്, കിഫ്ബി, അതോടൊപ്പം തന്നെ മറ്റ് പെൻഷൻ അനുബന്ധിച്ച കമ്പനികളിൽ നിന്നും കടമെടുക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് ഈ അടിസ്ഥാന നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേമ പെൻഷനൊക്കെ കൂട്ടാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ സംസാരിച്ച മനസ്സിലായല്ലോ. ക്ഷേമ പെൻഷൻ പക്ഷെ അതിൽ ഒരു പ്രധാന പ്രശ്നം ക്ഷേമ പെൻഷൻ കൂട്ടിയേ മതിയാവും. ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഒപ്പം സർക്കാരിന്റെ ഒരു മുഖമുദ്ര അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേമ പെൻഷൻ പ്രതിവർഷം കൂട്ടുമ്പോൾ അതൊരു പ്രചരണ ആയുധവുമാണ്. അതിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഒരു 100 മുതൽ 150 വരെയൊക്കെ കൂടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അധികം വരുമാനം കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്കൊക്കെ സംസ്ഥാനം കടക്കും. ഏകദേശം 20,000 കോടി രൂപ വരെ പ്രത്യേകിച്ച് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായി പഴയ നമ്മുടെ ധനവകുപ്പ് മന്ത്രിയുണ്ട്. ആ ധനവകുപ്പ് മന്ത്രി തോമസ് ഐസക് പല ഘട്ടങ്ങളിലായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഉയർത്തി കാണിച്ചത് കിഫ്ബി ആയിരുന്നു. ആ കിഫ്ബി ഇപ്പോൾ വീണ്ടും ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വികസനം എത്തിക്കാൻ പ്രത്യേക ഫണ്ട് കണ്ടെത്തി ഒരു പ്രത്യേക സംവിധാനമായിരുന്നു കിഫ്ബി. ആ കിഫ്ബി ഇപ്പോൾ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ പിഴിയുന്ന ടോൾ സംവിധാനത്തിലേക്കൊക്കെ കടന്നു. അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആ ഒരു ടോൾ സംവിധാനം ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനമായി ഒരുപക്ഷെ മാറുമോ? ഒരു പ്രഖ്യാപനമായി മാറുമോ എന്നുള്ള രീതിയിൽ അതിപ്പോൾ മുന്നണികളുമായിട്ടൊക്കെ ചർച്ചയുള്ള കാര്യം. പക്ഷെ അത് പരോക്ഷമായിട്ടെങ്കിലും ഇടത് മുന്നണിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മന്ത്രിസഭാ യോഗത്തിൽ വരുന്ന സമയത്ത് CPI മന്ത്രിമാർ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേട്ടോളുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ആശങ്കയുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ സമ്പൂർണ്ണ ബഡ്ജറ്റിനെ അങ്ങനെ അതെ, അത് ഇങ്ങനല്ലേ കഴിഞ്ഞൊരു 10 മാസമേ ഉള്ളൂ. ഇതിന്റെ മുന്നിലത്തെ ബജറ്റ്, അതായത് 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ തിരിച്ചടിയായത് നികുതി വർധനവ്, ഇന്ധന സെസ് വർദ്ധിപ്പിച്ചതായിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 700 കോടിയോളം രൂപ സർക്കാരിന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ആ നികുതി വർധനവ് ഉണ്ടായത്, ഇന്ധന സെസ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിനൊരു മങ്ങലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അത് ഇന്നലെ തോമസ് ഐസക് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ ഈ മുന്നണി LDF മുന്നണി കൺവീനർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുന്നത് പെട്ടെന്ന് ധൃതിയിലാവില്ല. അതേസമയം തന്നെ മുന്നണിയിലൊക്കെ ചില ഘടകകക്ഷികളൊക്കെ ഇതിനെതിരെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. LDFൽ ചർച്ച ചെയ്തില്ലെന്ന പരോക്ഷമായ വിമർശനം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു ബഡ്ജറ്റിന്റെ ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണ്. ആ നിലവിൽ അധിക നികുതി കണ്ടെത്താൻ അല്ലെങ്കിൽ അധികമായ വരുമാനം കണ്ടെത്താൻ എന്തായിരിക്കും സർക്കാർ പ്രധാനമായും നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ? നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒരു ബജറ്റ് ഒരു അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതിയായിരിക്കും പ്രധാനമായും വർദ്ധിപ്പിക്കുക. പ്രത്യക്ഷമായിട്ടുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതോ അല്ലെങ്കിൽ മറ്റ് ഇന്ധനവുമായി ബന്ധപ്പെട്ട് വരുന്ന അങ്ങനത്തെ നികുതിയൊക്കെ ജനങ്ങൾ പെട്ടെന്ന് അറിയുകയും അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒരു നികുതി വർധനവ്, അത് കഴിഞ്ഞ പ്രാവശ്യം കെട്ടിട നികുതിക്കൊക്കെ ആശ്വാസം വന്നെങ്കിൽ പോലും ഇത് യൂസർ ഫീ ആയി ബന്ധപ്പെട്ട വർധനവോ അങ്ങനെ ആ തരത്തിലുള്ള
ആ തരത്തിലുള്ള വർധനവുകൾ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം തദ്ദേശ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട നികുതികളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു മുന്നോട്ട് പോക്കായിരിക്കും സാധിക്കുക. കാരണം ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട ജനങ്ങൾ, അതായത് ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ, റവന്യൂ വകുപ്പിനെയൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു നികുതി വർധനവ് ഉണ്ടാകാനാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ നികുതി വർധന ഉണ്ടായില്ലെങ്കിൽ അത് ആശ്വാസകരമാണ്. ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പുതിയ പദ്ധതികൾ എങ്ങനെ പ്രഖ്യാപിക്കുമെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിന്റെ ഒരു അവലോകനം കൂടി സംസ്ഥാന ബഡ്ജറ്റ് വരുന്ന സാഹചര്യത്തിൽ പോകേണ്ടതുണ്ട്. കാരണം കേന്ദ്രത്തിന്റെ പല പദ്ധതികളും പല ഘട്ടങ്ങളിലായി സംസ്ഥാനത്തിൻ്റെതായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. നിലവിൽ കേന്ദ്രത്തിന് ഏറ്റവും വലിയൊരു സഹായം ഇത്തവണ കേരളത്തിനുണ്ടായത് ടൂറിസം മേഖലയിലാണ്, അല്ലേ? ആ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് ഈ വീടുകൾ വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ അനുവദിക്കുന്നു. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കായിരിക്കും രൂപം കൊടുക്കുക. ആ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അത് സംസ്ഥാന പദ്ധതിയാക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ, ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നൊക്കെ നോക്കി കാണേണ്ടത്. തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10% ടൂറിസം മേഖലയിൽ നിൽക്കുന്ന GDP എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേകളെ ആശ്രയിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിനി വയനാടാണെങ്കിൽ പോലും, ആലപ്പുഴ ആണെങ്കിൽ പോലും, തിരുവനന്തപുരം ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേകളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൂറിസം മേഖലയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനം കേരളമാണ്. ഈ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രത്തിന്റെ ഈ ബജറ്റ് പ്രഖ്യാപനം വന്നതിന് ശേഷം ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുമ്പോഴും അവർ പറയുന്നത് വയനാട് പുനരധിവാസത്തിന് ഒന്നും കൊടുത്തില്ല എന്നൊരു സാധനം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷേ അതിനൊരു മറുപടി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ഇത്തരത്തിലാണ്. നിലവിൽ ഈ ഒരു വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് ബഡ്ജറ്റിലല്ല, ആ ബഡ്ജറ്റിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലേക്കാണ്. മറ്റു കാര്യങ്ങളൊക്കെ പഠനം നടത്തി അതിൻ്റെ പുനരുദ്ധാരണം എങ്ങനെയാകണമെന്നൊക്കെ കേന്ദ്ര നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ സംസ്ഥാനം ഒരുപക്ഷെ ഒറ്റയടിക്ക് പറയാണ് 25,000 കോടി രൂപയുടെ ഒരു പുനരുദ്ധാരണ പാക്കേജ് വേണമെന്നൊക്കെയാണ് കേരളത്തിൻ്റെ ആവശ്യം. പക്ഷേ ഇതിലൊക്കെ പഠനം നടത്തേണ്ടതുണ്ട്. കേന്ദ്രം കൈയൊഴിഞ്ഞു തന്നെ സഹായിച്ചു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നിലവിൽ സംസ്ഥാനത്തിന് എന്ത് വയനാടിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന ചോദ്യം കൂടെ ഉണ്ട്. കൈനീട്ടി കേന്ദ്രത്തിന് മുന്നിലേക്ക് പോകാതെ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ വന്നൊരു പ്രഖ്യാപനം ടൗൺഷിപ്പ്. ഈ ടൗൺഷിപ്പിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് മാത്രമായിരിക്കും ഇതിലെയും പ്രഖ്യാപനം. കാരണം വയനാട് അതായത് സംസ്ഥാന സർക്കാരിന് വയനാടിന് വേണ്ടി ചെയ്തേ പറ്റും. അപ്പോൾ സംസ്ഥാന ആ ടൗൺഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഈ ടൂറിസം മേഖലയിലെ വികസനം വയനാടിന് വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യപ്പെടും. കാരണം ഈ മുദ്രാ ലോൺ ഏതാണ്ട് 30 ലക്ഷത്തോളം മുദ്രാ ലോൺ എടുക്കാനുള്ള ഒരു അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ കൊടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാം. ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഒരു സാധനം പറഞ്ഞതാണ്, ഈ വെൽനസ് ടൂറിസം എന്ന് പറയുന്ന സാധനം കേരളത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിന് അത് സഹായമാകുന്നതാണ്. അപ്പം വെൽനസ് ടൂറിസത്തിനും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ ടൂറിസം ഡെവലപ്മെന്റ്സുകൾക്കും വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് എവിടെ മറ്റു മാധ്യമങ്ങളിൽ പോലും എടുത്ത് കാണാൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏതാണ്ട് 100% ആരോഗ്യ ഇൻഷുറൻസിന് 100% വിദേശ നിക്ഷേപം. അപ്പം അത്തരത്തിൽ വിദേശ നിക്ഷേപത്തെയും കൂടെ ആശ്രയിച്ചുകൊണ്ട് യൂറോപ്പ്, അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളൊക്കെ ആശ്രയിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു വെൽനസ് ആൻഡ് ഹീൽ ടൂറിസത്തിൽ ഒരു വലിയ ഡെവലപ്മെന്റ് കേരളത്തിൽ നടക്കുന്നത്. അത് ആ സാധ്യതകൾ കൂടി ഇതിൽ പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ അത് പ്രയോജനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുർവേദം, നമ്മുടെ പാരമ്പര്യ വൈദ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായി ഊന്നൽ നൽകിയതും. നേരത്തെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയ സമയത്തും ഇത്തരം വെൽനസ് ടൂറിസത്തെക്കുറിച്ചും നമ്മളുടെ സാംസ്കാരിക തലത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലകൾ, പ്രത്യേകിച്ച് പാരമ്പര്യം, അങ്ങനെയൊക്കെ വരുന്ന തരത്തിലുള്ള വെൽനസ് ടൂറിസത്തെക്കുറിച്ച് പല പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ചായിരിക്കും BJPയുടെ ആ ഒരു പ്രകടന പത്രികയിലും പ്രചരണാർത്ഥവും ഒക്കെ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നത്. എന്തായിരുന്നാലും അതിപ്പോൾ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപനമായൊക്കെ മാറുന്ന സാഹചര്യം, അതൊരു യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. കേരളത്തിൻ്റെ ബഡ്ജറ്റിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നടപ്പിലാക്കിയ പദ്ധതികളുടെ വിതരണമൊക്കെ നമുക്ക് പരിശോധിക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയമുള്ളൂ. ഏതൊക്കെ വകുപ്പുകൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കൊക്കെ പരിശോധിക്കുമ്പോൾ ഈ തനത് ഫണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പ്രതിവർഷം ചെയ്യേണ്ട പദ്ധതികളുണ്ട്. റോഡിൻ്റെ നിർമ്മാണം, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഫണ്ട് ലഭിച്ചു.
ഈ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അങ്ങനെ മറ്റൊരു പദ്ധതിയിലേക്ക് പോവുകയാണെങ്കിൽ ജൽജീവൻ മിഷൻ ഏകദേശം 4000 കോടിയിലധികം രൂപ സംസ്ഥാനം കേന്ദ്രം ഫണ്ട് അനുവദിച്ചു പോലും സംസ്ഥാനം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് നൽകാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓരോ പദ്ധതിയിലും നേരത്തെ സംസ്ഥാനം വൈദ്യുതി, അതെ വൈദ്യുതി പ്രത്യേകിച്ച് ടിൻഡു ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്, ഞാൻ വിട്ടുപോയതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എത്ര ശതമാനത്തോളം ഫണ്ട് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ മേഖലയിലും ഓരോ വകുപ്പുകളിലും നടത്തിയിട്ടുള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിനിഷ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് 1 മാസം മുന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകളൊക്കെ തിരിച്ചു കൊടുത്തത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏതാണ്ട് 5 തവണ സംസ്ഥാന OD-യിലേക്ക്, അതായത് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോവുകയും ഇവിടുത്തെ തുക, അതായത് ഈ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന തുക എടുത്തു മാറുന്നത് നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് അടിയന്തരമായിട്ട് ഓവർ ഡ്രാഫ്റ്റ് വരുന്ന സാഹചര്യത്തിൽ ട്രഷറികളിലേക്ക് മാറ്റാറുണ്ട്. എന്നിട്ട് ഈ പൈസയൊക്കെ കൊടുക്കുന്നത് ഏതാണ്ട് അവസാന ഘട്ടങ്ങളാണ് ഈ പണം കൊടുക്കുന്നത്. അപ്പോൾ ഈ പണം അവസാന ഘട്ടങ്ങളിൽ കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ വിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്കൽ റോഡുകൾ, അതായത് ഈ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ, പിന്നെ അതോടൊപ്പം തന്നെ ഈ മറ്റ് ഗ്രാമീണ മേഖലയിൽ ജൽജീവൻ പദ്ധതി, അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികൾ, ഈ പദ്ധതികൾക്കൊക്കെ കാര്യമായ മുടക്കം വന്നിട്ടുണ്ട്. നമ്മൾ അതൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെയാണെങ്കിൽ മനസ്സിലാകും. പിന്നീടുള്ളത് തദ്ദേശ സ്ഥാപനം കഴിഞ്ഞാൽ പിന്നെ കിഫ്ബിയാണ്. കിഫ്ബിയെ സംബന്ധിച്ച് 60,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയത്. പക്ഷേ അതിൽ 30,000 കോടിയുടെ പദ്ധതികൾ മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ റെയിൽവേ പാല വികസനം ഉൾപ്പെടെ വരുന്നുണ്ട്. പകുതി മാത്രമാണ് ഈ പ്രഖ്യാപനങ്ങളിലെല്ലാം കാര്യങ്ങൾ ഒതുങ്ങുമ്പോഴും ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നു, കാര്യങ്ങൾ അടുക്കുന്ന സമയത്ത് അത് പകുതിയിലേക്ക് എത്തുന്നു അല്ലേ? അത് തീർച്ചയായും. ഈ ഞാൻ സൂചിപ്പിച്ചത് കിഫ്ബി ഏതാണ്ട് 60,000 കോടി, അത് 30,000 കോടി മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. പിന്നീട് വരുന്നത് മറ്റ് ഈ ഊർജ്ജ മേഖലയിലെ വിതരണം. ഈ ഊർജ്ജ മേഖലയിൽ ഏതാണ്ട് കേന്ദ്ര സർക്കാർ 1.5% വിഹിതം കൊടുക്കും. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല. കാരണം ഉത്തർപ്രദേശ് പോലെ ബീഹാർ പോലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഊർജ്ജ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 1.5% തുക അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കഴിഞ്ഞ തവണ പിന്നെ ഇപ്പം ഈ അടുത്ത് വൈദ്യുതി ബില്ല് കൂട്ടി. എത്ര തവണയാണ് വൈദ്യുതി ബില്ല്? അത് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നം പറയും. എത്ര തവണ വൈദ്യുതി ബില്ല് കൂട്ടി? ഏതാണ്ട് 3 തവണയോളം സെസ് ഇനത്തിൽ തന്നെ വർദ്ധിപ്പിച്ചു. ഇനിയിപ്പോൾ ഏതാണ്ട് ഏപ്രിലോട് കൂടി അടുത്ത സെസ് വരാൻ പോകുന്നു. ഉണ്ടായിരുന്ന കരാറുകളൊക്കെ റദ്ദാക്കി കളഞ്ഞു. ആ കരാറുകളൊക്കെ പുനഃസ്ഥാപിക്കാതെ വലിയ കമ്പനികൾ ഏതാണ്ട് 3 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്നത് 6 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങുന്നു. അപ്പോൾ 6 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങുക എന്ന് പറയുന്നത് ആ പണം ആരിൽ നിന്ന് ഈടാക്കും? സാധാരണക്കാരിൽ നിന്ന് ഈടാക്കും. അപ്പം ജനങ്ങൾക്ക് എന്ത് കൊണ്ട് തന്നാലും കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ അല്ലെങ്കിൽ 4 വർഷത്തോളം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വൈദ്യുതി ബില്ല് കൂട്ടിയത്. അപ്പോൾ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നമുക്ക് അതങ്ങനെ പറയുമെന്നില്ല, ജനദ്രോഹ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോയാൽ മതിയാവുള്ളൂ. ഏതാണ്ട് സ്മാർട്ട് മീറ്റർ ഇപ്പോൾ ഉണ്ടോ? നിലവിൽ ഈ സ്മാർട്ട് മീറ്ററിന്റെ സാഹചര്യം വലിയ കഷ്ടമാണ്. കാരണം മാസങ്ങളോളം പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം, അവരുടെ വീടുകളിലേക്ക് ഈ മീറ്ററിന്റെ പ്രശ്നം കാരണം KCBയുടെ ഓഫീസുകളിലൊക്കെ എത്തി നിരന്തരം അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഊർജ്ജ സ്രോതസ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ. ആ ഊർജ്ജ സ്രോതസ്സുകളെ ഉൽപ്പാദിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ നമുക്ക് കുറേ സംവിധാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം കരാർ തീർന്ന ഒരു സംവിധാനമുണ്ട്, പത്തനംതിട്ട ജില്ലയിലെ മണിയാർ. ഈ മണിയാറിനെ സംബന്ധിച്ചിടത്തോളം കരാർ തീർന്നു, മാസങ്ങൾ പിന്നിടുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ മണിയാറിനെ ഏറ്റെടുക്കുന്നില്ല. അടുത്തും സ്വകാര്യ കമ്പനിക്ക് നൽകാൻ പോകുന്നു. പക്ഷേ പ്രത്യക്ഷമായി സർക്കാരിൻ്റെ സംഘടനാ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ അനുകൂലിക്കുന്ന യൂണിയനുകൾ പറയുന്നത് ഇത്തരത്തിലാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ യൂണിയനുകൾ പറയുന്നത് ഇത്തരത്തിലാണ്. പ്രതിമാസം സർക്കാരിന് ഏകദേശം 18 കോടി രൂപ ഈയൊരു മണിയാർ മേഖലയിലെ പദ്ധതി നേരിട്ടെടുത്ത് സർക്കാർ നടത്തിയാൽ ലാഭം വരും. പക്ഷേ നിലവിൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് അതിനെ സ്വകാര്യവൽക്കരിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെയാണ് പല ഘട്ടങ്ങളിലും കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ചെറിയ ജലവൈദ്യുത പദ്ധതികൾ, മണിയാർ പോലുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളെയൊക്കെ ഇപ്പോൾ ഒരു തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനം തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ്, മണിയാർ പദ്ധതി വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന കരാർ കമ്പനിക്ക് 25 വർഷത്തേക്ക് പുതുക്കി നൽകുന്നു. അപ്പോൾ പ്രതിമാസം 18 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടം വരുമ്പോൾ ആ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ KCBയുടെ മേഖലയെക്കുറിച്ചൊക്കെ സജീവമായി പരിശോധിക്കുന്ന ആളാണ് ടിൻഡു. അങ്ങനെയുള്ള പദ്ധതികൾ
നമുക്ക് പിന്നെ ഇപ്പോൾ വൈദ്യുതി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് വാങ്ങേണ്ടത് കുറച്ചാണ്. പക്ഷേ 500 മെഗാവാട്ട് പുറത്തുനിന്ന് വാങ്ങണം. 500 മെഗാവാട്ടോളം നിലവിൽ പുറത്തുനിന്ന് വാങ്ങണം. ആ 500 മെഗാവാട്ട് എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള നമ്മൾ വാങ്ങുന്നത് കുറവാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ വർഷം തോറും ഈ ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന തരത്തിൽ കറണ്ട് ചാർജൊക്കെ കൂടുന്നത് താങ്ങാനാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും അല്ല. ഈ കാർബോറാണ്ട പദ്ധതിയെ പറ്റി പറഞ്ഞത് തന്നെ 1995 വർഷം എനിക്ക് ഓർമ്മയില്ല, ആ വർഷമാണ് തോന്നുന്നു ഈ പദ്ധതി ഇത്തരത്തിൽ കാർബോറാണ്ട സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ പദ്ധതി ഇപ്പോഴും ഏറ്റെടുത്തത് ഏതാണ്ട് 18 കോടിയോളം രൂപ ലാഭം, ഈ 18 കോടിയോളം രൂപ കിട്ടും. അപ്പോൾ ആ ഈ ഊർജ്ജ മേഖലയിലെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. കാരണം സാധാരണക്കാർ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. കാരണം അത് അറിയാലോ, നമ്മൾ ഈ കഴിഞ്ഞ 4 തവണയായിട്ട് ബില്ലൊക്കെ കൂടുക എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സഭയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ നിലവിലെ ഒരു സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ പ്രജിത്തും കൂടിയൊക്കെ ചേരുകയാണ്. ആ പ്രജിത്ത് നിലവിൽ ധനവകുപ്പ് മന്ത്രിയുടെ വീട് ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അങ്ങനെ ഉണർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ ധനവകുപ്പ് മന്ത്രിയുടെ ആ പെട്ടിക്കുള്ളിൽ എന്താണ് ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പ്ലാൻ ബി, കഴിഞ്ഞ തവണത്തെ പ്ലാൻ ബി ഇത്തവണ ഉണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതെ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നാണ് കരുതുന്നത്. വിനീഷ്, എന്തായാലും വിനീഷും ടിൻഡുവും അവിടെ തുടരുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ വസതിയിൽ നിന്നും പ്രജിത്ത് മോഹൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, 9 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കും. അതിനുവേണ്ടി നേരത്തെ തന്നെ ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടും. ഇപ്പോൾ എത്ര മണിയോടുകൂടി അവിടുന്ന് പുറപ്പെടും? രാവിലെ എന്തൊക്കെയാണ് ധനമന്ത്രിയുടെ പ്ലാനുകൾ? ഏതായാലും രാവിലെ ധനമന്ത്രി കാര്യങ്ങളൊക്കെ രാവിലെ അദ്ദേഹത്തിൻ്റെ റൊട്ടീനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8:50ഓടെയൊക്കെ പരമാവധി വൈകുകയുള്ളൂ എന്നുള്ളതാണ്. അതിനു മുൻപ് തന്നെ നിയമസഭയിലേക്ക് എത്തുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളുണ്ട്. കാരണം ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. രാവിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ അദ്ദേഹം ഒന്ന് കാണും. ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ തേടും. ശേഷം പ്രഭാത ഭക്ഷണം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, പിന്നീട് മാധ്യമപ്രവർത്തകർക്കുള്ള പ്രഭാത ഭക്ഷണം, അതിനുശേഷമായിരിക്കും അദ്ദേഹം നിയമസഭയിലേക്കൊക്കെ തിരികെ. എന്തായാലും അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള എല്ലാ തവണയുമുള്ള ചടങ്ങുകളൊക്കെ തന്നെയാണ് ഇത്തവണയും ഉള്ളത്. ബജറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു ഈ പറയുന്ന രീതിയിലുള്ള ചില ആചാരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ ബജറ്റുകൾക്ക് മുന്നോടിയായിട്ടുള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകളൊക്കെ ഈ പറയുന്ന രീതിയിലാണ്. ഇതിന് ശേഷമായിരിക്കും അദ്ദേഹം നിയമസഭയിലേക്ക് പോവുക. ഇന്നത്തെ സ്റ്റാർ എന്തായാലും ധനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനം തുടങ്ങുന്നതിന് മുൻപ് വരെ ആ രീതിയിലുള്ള ചടങ്ങുകൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ ഇത്തവണയും ധനമന്ത്രി നടത്തുമോ എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ ക്ഷേമ പെൻഷനുകൾ തന്നെയാണ് ഇത്തവണയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരാനുള്ള സാധ്യത. 2500 രൂപയാക്കും ക്ഷേമ പെൻഷനുകൾ എന്ന രീതിയിൽ പ്രഖ്യാപനമൊക്കെ നടത്തി വന്ന സർക്കാരാണ്. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തവണ കൂടുതൽ വരുമാനം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. നമ്മൾ ഈ പറയുന്ന ടോൾ പിരിവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കിഫ്ബി റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ടോൾ പിരിവുകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെയാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട്. പിഴ തുക വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ സെസ്സുകൾ ഏർപ്പെടുത്തുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വരുമാനം കണ്ടെത്തുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ എന്തൊക്കെ സർക്കാരിന് ആലോചിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യവും അവിടെയുണ്ട്. അതൊക്കെ കൂടുതൽ സാധാരണക്കാരന് മുകളിൽ വലിയ സമ്മർദ്ദങ്ങൾക്കും ഈ പറയുന്ന രീതിയിലുള്ള പിരിവുകൾക്കുമൊക്കെ, അധിക നികുതികൾക്കുമൊക്കെ കാരണമാകുമെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും ധനമന്ത്രിയുടെ വാഹനമൊക്കെ തയ്യാറാണ്. രാവിലെ നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം കാത്തുവച്ചിരിക്കുന്ന മാജിക് എന്താകും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളന കാലത്താണ് നമ്മൾ ഈ പ്ലാൻ ബിയെ പറ്റി കേട്ടത്. പക്ഷെ പിന്നീട് പ്ലാൻ ബി എന്തെന്നുള്ളത് ധനമന്ത്രി പോലും മറന്നുപോയൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതിനുശേഷമാണ് അദ്ദേഹം അടുത്ത സമ്പൂർണ്ണ ബജറ്റ്, പക്ഷേ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന രീതിയിലേക്കുള്ള ബജറ്റ് അവതരണത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. ഈ ബജറ്റ് അവതരണ കാലത്തെങ്കിലും പുതിയ ഏതെങ്കിലും രീതിയിലുള്ള ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. മുൻപ് ഞാൻ സൂചിപ്പിച്ചതാണ്, സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് ബജറ്റ് ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കും എന്നുള്ളതാണ്. ഇപ്പോഴും 1600 രൂപയിൽ ഒതുങ്ങി നിൽക്കുന്നു.
തുടരുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ എന്നുള്ളത്. അതും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഇനിയെങ്കിലും ഒരു ചെറിയ വർധനമെങ്കിലും ക്ഷേമ പെൻഷനുകളിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. മറ്റ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്താകുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും അത് നടപ്പിലാക്കാനുള്ള വരുമാന മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുക എന്നുള്ളതാണ്. നിലവിൽ കടത്തിന് മുകളിൽ കടവുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. പുതിയ രീതിയിൽ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അത് കടമെടുക്കേണ്ടി വരും. അടിസ്ഥാനപരമായി ശമ്പളവും പെൻഷനും നൽകണമെങ്കിൽ അതിനും കടമെടുക്കേണ്ടി വരും. അങ്ങനെ ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ നടക്കം വലിയ വിമർശനങ്ങൾ കേട്ടൊരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അതോ കഴിഞ്ഞ തവണ നടത്തിയ പോലെ പ്രഖ്യാപനങ്ങൾ മാത്രമേ അവസാനിക്കുകയും ഉള്ളോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ എത്തും. എന്തായാലും ഒരു 6 മണിയോടെയൊക്കെ അല്ലെങ്കിൽ 7 മണിയോടെയൊക്കെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ബജറ്റിന് മുൻപ് ഒന്ന് മാധ്യമങ്ങളെയൊക്കെ കണ്ട് കുറച്ച് ജനകീയമായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തും. ആ പരാമർശങ്ങൾ കുറച്ചു നേരം നമ്മൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകും. പിന്നീട് വീണ്ടും ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോഴായിരിക്കും ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുക. കാരണം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിൽ വലിയൊരു ശതമാനം പ്രഖ്യാപനവും മാത്രമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതവും ചെലവുകളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. 40% മാത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള പദ്ധതി വിഹിതത്തിനടക്കമുള്ള ചെലവുകൾ എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് പുതിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുമോ? അതോടൊപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാകാതെ പോയ കാര്യങ്ങൾ അതിൻ്റെ തുടർച്ച ഉണ്ടാകുമ്പോഴുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലുള്ള കിഫ്ബി പാതകൾക്ക് ടോളുകൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനത്തെ പറ്റിയുള്ള ആ ചർച്ചകൾക്ക് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായിരിക്കും ധനമന്ത്രി കാത്തുവെക്കുന്ന മാജിക് എന്നുള്ളത് മാത്രമാണ് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയേണ്ടത്. ഒരു കടത്തിൽ നിന്ന് കടത്തിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിനെ റിവൈവ് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യം അത് കേരളം മുഴുവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയുമാണ്. നിഖിൽ, പ്രജിത്ത, ഒപ്പം തന്നെ അതായത് ഈ പറഞ്ഞ പോലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഇതിനുള്ള പണം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ബജറ്റിലെ പോലെ മദ്യത്തിനും പെട്രോളിനുമൊക്കെ ഇന്ധനത്തിനുമൊക്കെ സെസ് ഏർപ്പെടുത്താനുള്ള സാധ്യത, അങ്ങനെയൊരു സാധ്യതയും മുന്നിലില്ലേ? നിഖിൽ, ഈ മദ്യത്തിൻ്റെ വില വർധനവ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ വില വർധനവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ഫീസുകൾ, പിഴത്തുകകൾ എന്നിവയുടെ വർധനവ്, അതോടൊപ്പം തന്നെ നികുതി ഇനത്തിലുള്ള പുതിയ വർധനവിനും പുതിയ സെസ്സുകൾക്കുമൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയനാട് ദുരന്തമുണ്ടായ സാഹചര്യമാണ്. രാഷ്ട്രീയപരമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അധികം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ വയനാട് പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയെ പൂർണ്ണമായും തങ്ങളുടെ നേട്ടമായി കണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾക്കൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ ഫണ്ട് പ്രഖ്യാപനത്തിലേക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനുള്ള വരുമാനം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നു. അതിന് സാധ്യതയുള്ളത് ഒന്ന്, നമ്മൾ നിലവിലടയ്ക്കുന്ന പിഴത്തുകകളിലെ വർധനവുണ്ടാകാം, നികുതി ഇനങ്ങളിലെ വർധനവുണ്ടാകാം, അതോടൊപ്പം തന്നെ പുതിയ സെസ്സുകൾ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ വരുമാന മോഡലുകൾ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് സാധിക്കാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കിഫ്ബി റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ടോളുകൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലും സംസ്ഥാന സർക്കാർ പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് നിലവിൽ അധികമായി, അതായത് വായ്പാ പരിധി പോലും പലപ്പോഴും സംസ്ഥാനം ലംഘിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, വികസനത്തിന് നിലവിൽ കേരളത്തിന്റെ വായ്പാ പരിധികളും അല്ലെങ്കിൽ വായ്പാ രീതികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കേന്ദ്രത്തിന് വിമർശനമായി മുന്നോട്ട് വരുന്നു. അപ്പോഴും സംസ്ഥാനം ഈ കിഫ്ബി ടോളുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു കാരണമുണ്ട്. കോടതിയിലടക്കം നിൽക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാനത്തിന് കൂടുതൽ ക്ലെയിം കിട്ടുക എന്നുള്ളത്. അതായത് കിഫ്ബിയെ സംസ്ഥാനത്തിന്റെ പൊതുകടവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താതെ NHA പോലെയുള്ള ഒരു സംവിധാനമായി വരുമാന മാർഗവും
ആണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു റവന്യൂ മോഡലാണെന്ന് കൂടി കാണിക്കുമ്പോൾ കൂടുതൽ അത് സംസ്ഥാനത്തിന്റെ പൊതുകട രീതിയിൽ നിന്ന് ഈ പറയുന്ന കിഫ്ബി അടക്കമുള്ള പദ്ധതികളെ, കിഫ്ബി വഴി നടപ്പിലാക്കുന്ന പദ്ധതികളെ മാറ്റി നിർത്തിക്കൊണ്ട് കിഫ്ബിയെ വരുമാന മാർഗമായി കൂടി കാണുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ പൊതുകട രീതിയിൽ നിന്ന് അത് മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ളൊരു വാദം മുന്നോട്ട് വെച്ചിട്ട് പൊതുകടം എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ കടമെടുക്കുന്നതിനുള്ളൊരു സാധ്യതകളാണ് സംസ്ഥാനം തേടുന്നത്. അത്തരം സാധ്യതകളിൽ കൂടി മാത്രമാണ് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് സംസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റ് വരുമാന മാർഗങ്ങൾക്ക് കേരളത്തിൽ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം ധനമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുക. ആ യാഥാർത്ഥ്യ ബോധ്യത്തിനൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഏത് രീതിയിൽ അതിന് കൂടുതൽ പങ്ക് വഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന രീതിയിൽ സെസ്സുകളിലും അല്ലെങ്കിൽ പിഴത്തുകകൾ കൂടുതൽ വർദ്ധിക്കുന്നതിൻ്റെ ഭാരം ഏറ്റുവാങ്ങേണ്ടി വരും, ഒരുപക്ഷെ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ തുറന്നിടുകയാണ്. കൂടുതൽ വരുമാന വർധനവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഭാരം, അതായത് ഈ പറയുന്ന രീതിയിൽ പുതിയ വരുമാന മാർഗങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാരം മുഴുവൻ വന്നു ചേരുന്നത് സാധാരണക്കാരായ മനുഷ്യരിലേക്ക്, മലയാളികളിലേക്കായിരിക്കും. അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനപ്രിയ ബജറ്റാകുമോ ജനക്ഷേമ ബജറ്റാകുമോ എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മുകളിൽ എത്രത്തോളം ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ബജറ്റായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സംസ്ഥാന സർക്കാരിന് വരുമാന വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ അതുകൊണ്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അടിസ്ഥാനപരമായി ചെയ്യാൻ കഴിയുന്നത് നിലവിലുള്ള പിഴത്തുകകൾ വർദ്ധിപ്പിക്കുക, സെസ്സുകൾ പുതുതായി ഏർപ്പെടുത്തുക, നികുതികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന രീതിയിൽ അപ്പോൾ റോഡിലിറങ്ങി ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിൻ്റെ പിഴത്തുക വർദ്ധിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നികുതി സെസ്സുകൾ അല്ലെങ്കിൽ ആ സെസ്സുകളുടെ വർധനവുണ്ടാകാം, ഈ സേവനങ്ങൾക്കുള്ള ഫീസിൻ്റെ ഇരട്ടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഭൂനികുതി പോലെയുള്ള കാര്യങ്ങൾ, അതിലുള്ള വർധനവുകൾ കൊണ്ടുപോകാൻ. എന്തായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. വരിഞ്ഞു മുറുകുന്ന ധനപ്രതിസന്ധിക്കിടയിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഉൾക്കൊള്ളുന്നതാകുമോ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗം എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. യൂസർ ഫീ ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനാണ് സാധ്യത. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്ന പ്രഖ്യാപനങ്ങളുണ്ടോ എന്നും കണ്ടറിയണം. രാവിലെ 9 മണിക്കാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. ഒപ്പം തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുമ്പോഴും ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് അതിനുള്ള ഫണ്ട്, അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നൊരു വലിയ ചോദ്യം തന്നെയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു KN ബാലഗോപാലിൻ്റെ വസതിക്ക് മുന്നിൽ നിന്നും പ്രജിത്ത് മോഹനൻ, നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും വി വിനീഷും ടിൻഡു ദാസും.